ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി നിലമൊരുക്കിയപ്പോഴാണ് താത്കാലികമായി മാലിമുളകും കൃഷി ചെയ്തത്. രാജകുമാരി ഫെഡറേറ്റഡ് മാർക്കറ്റിൽ നിന്നുമാണ് വിത്ത് വാങ്ങിയത്. ആകെ 4 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കി. 3-ാം മാസം മുതൽ വിളവ് ലഭിച്ചു തുടങ്ങി. മാലിമുളകിന് നിലവിൽ വിലസ്ഥിരതയില്ല. കിലോഗ്രാമിന് 20 രൂപ മുതൽ 400 രൂപ വരെ വില ലഭിക്കാറുണ്ട്. അജി വിളവ് വിപണിയിലെത്തിച്ചപ്പോൾ മികച്ച വിലയുണ്ടായിരുന്നതിനാൽ നേട്ടം ഇരട്ടിച്ചു. മാലിമുളകിന് ചില സമയത്ത് 10 രൂപ 20 രൂപ കിലോയ്ക്ക് വില വരുന്ന സമയമുണ്ട്. ആ ഒരു സമയത്ത് ഇത് ഒരു രീതിയിലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം 200 രൂപ 300 രൂപ ഒരു ദിവസമോ 2 ദിവസമോ 400 രൂപ വരെ വില വന്നിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നോർമലി ഒരു 150 to 200 വില കിട്ടുന്നുണ്ട്. ഇതിന് കൃത്യമായ ഒരു വിലയോ കൃത്യമായ ഒരു മാർക്കറ്റോ ഇല്ലയെന്ന് തന്നെ പറയാം. പലരും ലോക്കലിൽ നിന്ന് പല രൂപത്തിൽ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലോട്ടും മാലി അതുപോലുള്ള സ്ഥലങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരേ ദിവസം തന്നെ ഇപ്പോൾ എടുക്കുന്ന മുളകൾ അന്നത്തെ ദിവസം തന്നെ ഞെട്ടുമാടാതെ കണ്ട് കച്ചവടക്കാരുടെ അടുത്ത് എത്തിക്കുകയും അവർ അത് അന്നത്തെ ദിവസം തന്നെ മെയിനായിട്ട് പറയുന്നത് തിരുവനന്തപുരം മാർക്കറ്റും തൃശ്ശൂർ മാർക്കറ്റുമാണ് പറയുന്നത്. കിലോഗ്രാമിന് 100 രൂപ സ്ഥിരം വില ലഭിച്ചാൽ കൃഷി ലാഭകരമായി കൊണ്ടുപോകാമെന്നാണ് അജി പറയുന്നത്. നെടുങ്കണ്ടവും കട്ടപ്പനയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാർക്കറ്റുള്ളതിനാൽ വിൽപ്പനയ്ക്കും പ്രതിസന്ധിയില്ല. മാതൃഭൂമി ന്യൂസ്, കുമളി. നിതിൻ തോമസ് നമുക്കൊപ്പം ചേർന്നുണ്ട്. നിതിൻ, ഏലകൃഷിയുടെ ഇടവേളയായിട്ടാണ് ഈ മാലിമുളക് നട്ടത്, കൃഷി ചെയ്തത്. വലിയൊരു ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ് മാലിമുളകിൽ നിന്ന്. ഈ മാലിമുളക് ചില ഔഷധ ഗുണങ്ങളുള്ളതാണ്, ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇതിനൊരു മാർക്കറ്റിൽ ഡിമാൻഡ് കൊണ്ടുവരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടല്ലേ നിതിൻ? ഒരു കാലത്ത് വ്യാപകമായ രീതിയിൽ ഇടുക്കിയിൽ മാലിമുളക് അഥവാ ഉണ്ടമുളക് എന്ന് പറയുന്ന കൃഷി ചെയ്തിരുന്നു. അതിനുശേഷം പല കാരണങ്ങളാൽ മാലിമുളക് കർഷകർക്ക് നഷ്ടം നേരിടുകയും കൃഷി തകരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതിനിടെയാണ് രാജകുമാരി സ്വദേശിയായ അജി ഏലകൃഷിക്ക് ഇടവേളയായി മാലിമുളക് കൃഷി ചെയ്ത് അത് വിജയം കണ്ടെത്തിയത്. ഈ 4 ഏക്കർ സ്ഥലത്താണ് മാലിമുളക് അജി കൃഷി ചെയ്തത്. ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിലമൊരുക്കിയ സമയത്താണ് ഇത്തരത്തിലൊരു കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ അജി ചെയ്തു നോക്കിയത്. അത് വളരെയധികം വിജയകരമായി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഈ മാലിമുളക് കൃഷി ചെയ്തിരുന്നവരെ സംബന്ധിച്ചിട്ട് ഇതൊരു തകർച്ചയിലേക്ക് പോയത് പല കാരണങ്ങളായിരുന്നു ഇത് തകർച്ചയിലേക്ക് പോകാനുണ്ടായത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ മാലിമുളക് കൃഷി ചെയ്തെടുക്കുന്ന മുളകിന് കൃത്യമായ ഒരു വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ വിളകൾക്കൊന്നും കൃത്യമായ ഒരു വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. 20 മുതൽ 400 രൂപ വരെ മാർക്കറ്റിൽ വില വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ വില ഇടിഞ്ഞ് ഒരു 20 രൂപ അല്ലെങ്കിൽ 10 രൂപയിലേക്കൊക്കെ മുളകിന് കിലോയ്ക്ക് വില പോയി കഴിയുമ്പോൾ അത് കർഷകരെ സംബന്ധിച്ചിട്ട് വലിയ തോതിലൊരു നഷ്ടത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പ്രവചനാതീതമായി വരുന്ന കാലാവസ്ഥയാണ്. പല സമയത്തും മഴയുണ്ട്, വെയിൽ തെളിയുന്ന സമയം കുറവായിരിക്കും, മഞ്ഞ് കാലാവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ വിള പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. മുളക് പഴുത്ത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. അങ്ങനെ വലിയ തോതിൽ ഇവർ ഈ ഒരു മേഖലയിൽ പ്രതിസന്ധി നേരിട്ടിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവിള കൃഷിയായി ചെയ്ത് ഇത് വിജയം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അജി എന്ന് പറയുന്ന കർഷകൻ പറയുന്നത് ഒരു 100 രൂപ മുതൽ 200 രൂപ വരെ ഈ മുളകിന് കിലോയ്ക്ക് വില ലഭിച്ചാൽ വളരെ വിജയകരമായിട്ട് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഈ കൃഷിയെ നമുക്ക് മാലിമുളക് എന്ന് പറയുന്ന കൃഷിയെ സംബന്ധിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒരു കൃത്യമായ ഒരു താങ്ങുവില അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു കൃത്യമായ സംവിധാനം ഒരുക്കിയാൽ ഒരു പക്ഷേ മാലിമുളക് കർഷകരെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ കർഷകർക്ക് കുറച്ചുകൂടി ഗുണമാകുമെന്നതാണ്. നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ തന്നെ അജിയും സൂചിപ്പിച്ചതുപോലെ മാലിമുളകിന് നിശ്ചിതമായ ഒരു തുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് വലിയ ഡിമാൻഡാണ് മാർക്കറ്റിൽ. സാധാരണ പച്ചമുളകിനെയും കാന്താരി മുളകിനെയൊക്കെ അപേക്ഷിച്ച് നല്ല വില ഉള്ളതാണ് മാലിമുളകിന്. അപ്പോൾ എന്തായാലും അജി നല്ലൊരു വിജയം ഈ ഒരു മുളക് കൃഷി ചെയ്തുകൊണ്ട് വിജയം കൊയ്തിരിക്കുകയാണ്. എന്തായാലും കർഷകർക്ക് കൂടുതൽ ഇതിനൊരു പ്രോത്സാഹനമാകട്ടെ അല്ലേ അജിയുടെ ഈ ഒരു വിജയഗാഥ.